നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. തൊട്ടുപോരുത്. അമ്മ എന്തായി കാണിക്കുന്നത്? ചിത്രത്തിന് ജീവനുണ്ടോ നോക്കണം? അല്ല, എന്റെ ജീവൻ ഇവളെ എടുക്കുമെന്ന് നോക്കുമായിരുന്നു. ആ, അതമ്മ പേടിക്കണ്ട. സുഭദ്രയ്ക്ക് ഒരു ജീവൻ എടുക്കണമെന്ന് തോന്നിയാ അവൾ എന്റെ ജീവനെ എടുക്കൂ. ഞാനല്ലേ അവളെ ഈ ലോകത്തുനിന്ന് പറഞ്ഞയച്ചത്. പക്ഷേ നീ മുൻപ് ആരോപിച്ചത് എനിക്ക് വേണ്ടി അത് ചെയ്തു എന്നാ. അതില് തെറ്റെന്താ ഉള്ളത്? ഓർമ്മ വെച്ച നാള് മുതൽ എന്റെ ചെവിയിൽ ഊതി ഊതി തൃപ്പങ്ങോട്ടുകാരോടുള്ള പക അമ്മ അരക്കിട്ടുറപ്പിക്കുകയായിരുന്നു. അതെ, ആയിരുന്നു. പക്ഷേ ഇപ്പൊ ആരൊക്കെ ഒട്ടിപ്പം നിന്റെ മനസ്സിലില്ല. ഒരു പുതിയ പെണ്ണിനെ കണ്ടതോടെ നീ പെറ്റമ്മയെയും പെറ്റുവീണ മണ്ണിനെയും ഒക്കെ മറക്കുക. നീ ഇപ്പൊ കോട്ടയ്ക്കൽ ഭവാനിയുടെ മകനല്ല, തൃപ്പങ്ങോട്ട് വാസുദേവന്റെ നല്ലവനായ മരുമകൻ മാത്രം. ഓ എന്റെ അമ്മേ, എന്തിനാ ഇങ്ങനെ ഓരോരോ കളറുകൾ കൊടുക്കുന്നത്? ഇപ്പൊ അമ്മയ്ക്ക് എന്താ ആവശ്യം അത് പറ. എന്റെ ആവശ്യം രണ്ടാണ്. ഒന്ന്, നീ ഈ ചിത്രം ഇവിടെ നിന്നെടുത്ത് കത്തിച്ചു കളയണം. രണ്ട്, നമുക്കിവിടെ നിന്ന് മടങ്ങിപ്പോണം. നീ രാധയെ കല്യാണം കഴിക്കരുത്. ഇത് രണ്ടും ഞാൻ അനുസരിച്ചില്ലെങ്കിൽ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവും. പിന്നീട് ഒരിക്കലും നീ ഈ ഭവാനിയമ്മെ കാണില്ല. എന്നാ പിന്നെ അമ്മയ്ക്ക് അങ്ങനെ ചെയ്യാം. ഇരുട്ടും മുമ്പ് പോണം. രാത്രി യാത്ര ദുഷ്കരമായിരിക്കും. വഴിച്ചെലവിനുള്ള കാശൊക്കെ മണിച്ചിരിയിൽ നിന്ന് വാങ്ങിച്ചോളൂ. അപ്പോ ഓൾ ദ ബെസ്റ്റ് ആൻഡ് ഗുഡ് ബൈ. ആയുസ്സും ആരോഗ്യമൊക്കെ ഉണ്ടെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് കാണാം. ആ, ഇവിടെ നിപ്പുണ്ടായിരുന്നല്ലേ? മണിച്ചനിപ്പോ പറഞ്ഞെല്ലാം കേട്ടല്ലോ. കോട്ടയ്ക്കൽ ഭവാനിയമ്മ എന്റെ അമ്മ എന്നെ വിട്ട് മടങ്ങി പോവുക. വഴിച്ചെലവിനുള്ള കാശ് കൊടുത്തു വിടണം. ഇവിടെ ഇനി അടുക്കള ഭരിക്കാൻ പോകുന്നത് തൃപ്പങ്ങോട്ട് രാധയായിരിക്കും. ഞാൻ താലി കെട്ടി കൊണ്ടുവരാൻ പോകുന്ന എന്റെ പെണ്ണ്. ഭവാനിയമ്മേ, വിഷമിക്കണ്ട. ഇതിപ്പോ താലിപണി ഞാൻ കൊടുത്തിട്ടല്ലേ ഉള്ളൂ, കല്യാണം ആയില്ലല്ലോ. വിഷമിക്കില്ല. മണിച്ചൻ ഒരു ഉപകാരം ചെയ്യണമെന്ന് മാത്രം. എന്തുപകാരം? ഈ രാധ താമസിക്കുന്ന വീടിന്റെ അഡ്രസ്. അയ്യോ, അതെന്തിന്? കൊല്ലാൻ. മേഘനാഥന്റെ ജീവിതത്തിൽ അവനെ നിയന്ത്രിക്കാൻ ഇവിടെ രണ്ട് പെണ്ണുങ്ങൾ വേണ്ട, മനസ്സിലായോ? കോട്ടയ്ക്കലേക്ക് പോണെങ്കിൽ പോവും ഞാൻ. രാധയെ കൊന്നു കഴിഞ്ഞ് മാത്രം. നിങ്ങളെ ഞാനൊരു അയൽക്കാരിയും ഒരു പരിചയക്കാരിയായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. അയൽക്കാരി അമ്മ ചമയാൻ വരണമെന്നില്ല. എന്തു പറഞ്ഞടി? ആര് പഠിപ്പിച്ചെന്നടി നിനക്ക് ഈ അഹങ്കാരം?
നിന്നെയൊക്കെ ഉപദേശിച്ച് നേർവഴി കാണിക്കാൻ എനിക്ക് അവകാശം ഉണ്ടെങ്കിൽ അതിനപ്പുറം അവകാശം സീതമ്മയ്ക്കുണ്ട്. ഇവര് വെറും അയൽക്കാരിയോ പരിചയക്കാരിയോ അല്ല, അമ്മ തന്നെയാ. നമുക്ക് നമ്മുടെ വളർത്തമ്മ. ഒരു നേരത്തെ ഭക്ഷണം തന്നിട്ട് ഉണ്ടായിരുന്ന ആഭരണങ്ങളൊക്കെ കട്ടെടുത്ത് ഒരുത്തി പടി കടത്തി വിട്ടപ്പോ വെറും കൈയോടെ വിഷം നലഞ്ഞു വന്ന് നിനക്കും എനിക്കൊക്കെ ഉടുപ്പും കിടപ്പും ആഹാരവും ഒക്കെ തന്നത് ഈ അമ്മയാ. ഇന്നിങ്ങനെ നമ്മളൊക്കെ ഇട്ടിരിക്കുന്നത് തന്നെ ഈ അമ്മയുടെ കാരുണ്യം കൊണ്ടാ. അതാണ് നീ മറക്കാൻ പാടില്ലാത്തത്. പറഞ്ഞ തെറ്റിന് നീ ഇപ്പൊ തന്നെ സീതമ്മയോട് മാപ്പ് പറയണം. എന്നാലേ നിന്നെ ഈ വീട്ടിൽ തുടരാൻ ഞാൻ അനുവദിക്കും. അയ്യോ, അങ്ങനെയൊന്നും പറയില്ല അഞ്ജലി. അവളുടെ അറിവില്ലായ്മ കൊണ്ട് അവൾ ഒരു വിവരക്കേട് പറയുന്നു. എനിക്കതിലൊരു വിഷമവും ഇല്ല. നീ അത് വിട്ടേക്ക്, അത് കഴിഞ്ഞില്ലേ. സീതമ്മയ്ക്ക് വിഷമമില്ലായിരിക്കാം, എനിക്ക് പക്ഷെ വിഷമമുണ്ട്. എന്റെ വിഷമം അറിയാൻ ഇവിടെ ആർക്കും ആഗ്രഹവും സമയവും ഇല്ലാത്തത് കൊണ്ടാ. നിനക്ക് എന്താടി ഇത്ര വിഷമം? എന്നാണോ നിന്നെ മുരളി ഈ കഴുത്തിൽ താലി കെട്ടിയത് അന്ന് മുതൽ നീ മുരളിയുടെ പെണ്ണാ. ഇനിയുള്ള കാലം നീ താമസിക്കേണ്ടതും ജീവിക്കേണ്ടതും അവന്റെ ഒപ്പം അവന്റെ വീട്ടിലാണ്. അതിലാർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല, ആർക്കും. കൊള്ളാം, നന്നായിട്ടുണ്ട്. എനിക്കൊരിക്കലും ഒരു ഇഷ്ടവും തോന്നിയിട്ടില്ലാത്ത ഒരാളുടെ കൂടെ ജീവിക്കാനാ ചേച്ചിയെ നിർബന്ധിച്ചോണ്ടിരിക്കുന്നെ. എനിക്കതിനാവില്ലെന്ന് നിങ്ങൾക്കാർക്കും മനസ്സിലാവാത്തതെന്താ? നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടങ്ങളും നിർബന്ധങ്ങളും അടിച്ചേൽപ്പിക്കാനുള്ള ഒരാളാണോ ഞാൻ? ഓരോരുത്തർക്കും അവരവരുടേതായ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും ഉണ്ട്. ചേച്ചിക്കും അങ്ങനെയുള്ള ഇഷ്ടങ്ങളില്ലേ? ഞാൻ ചോദിക്കട്ടെ, പ്രസാദേട്ടനെ കല്യാണം കഴിക്കണമെന്ന് ചേച്ചി എല്ലാരും ഇവിടെ നിർബന്ധിച്ചില്ലേ? അപ്പൊ ചേച്ചി എന്താ പറഞ്ഞത്? എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പിരിഞ്ഞുപോയ കൃഷ്ണനെ മനസ്സിൽ വെച്ചുകൊണ്ടാ ചേച്ചി ഇപ്പോഴും നടക്കുന്നതെന്ന്. എന്താ ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അല്ല, അതും ഇതും തമ്മിൽ യാതൊരു ബന്ധമുണ്ട്. ഓരോരുത്തരും അവരവരുടെ ജീവിതം ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന ബന്ധം. ഇത്രയും സംസാരം ആയ സ്ഥിതിക്ക് ഇവിടെതാ ഇപ്പൊ ഒരു വ്യവസ്ഥ ഞാൻ വയ്ക്കുക. ഞാൻ മുരളിയുടെ ഭാര്യയായി അവരുടെ വീട്ടിലേക്ക് പോകാൻ റെഡിയാ. പകരം കൃഷ്ണനെ മറന്ന് ചേച്ചി പ്രസാദേട്ടനെ കല്യാണം കഴിക്കണം. പറ്റില്ലെങ്കിൽ ഈ താലി ചരടിനെ വെറും ഒരു നൂല് മാത്രമായി കണ്ട് ഞാൻ പൊട്ടിച്ച് ദൂരെ എറിയും. എന്ത് വേണമെന്ന് ചേച്ചിക്ക് തീരുമാനിക്കാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.